കൂട്ടുകാരെ, അപ്പോൾ നമ്മളിന്ന് നല്ലൊരു കൂണിൻ്റെ കറി, അതായത് മഷ്റൂമിൻ്റെ കറിയാണ് കേട്ടോ ഇവിടെ ഉണ്ടാക്കാൻ പോണത്. എല്ലാവരും അവൻ്റെ അമ്മമാർ അവരൊക്കെ പഠിപ്പിച്ചു എന്നാണ് പറയുക. എൻ്റെ അച്ഛനാണ് കേട്ടോ എന്നെ ഇങ്ങനത്തെ കറി ഉണ്ടാക്കാൻ, അതായത് പഠിപ്പിച്ചതൊന്നുമല്ല, അച്ഛൻ ചെയ്യണ കണ്ട് ഞാൻ ചെയ്ത് ശീലിച്ചാണ് കേട്ടോ. അപ്പോൾ നമ്മളെടുത്തത് ഇവിടെ 4 ഉള്ളി, ഒരു പച്ചമുളക്, നല്ല എരിവുണ്ട്, ഉണ്ടമുളകാണ്, പിന്നെ കൂണ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, വെള്ളം, കടുക്, വെളിച്ചെണ്ണ, ഇത്രയും സാധനമുണ്ട് അതിലേക്ക് വേണ്ടത്. പിന്നെ 2 കറിവേപ്പിലയും ഉപ്പൊക്കെ നമുക്ക് ചേർക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു പാൻ എടുത്തിട്ട് അതുപോലെ ഉള്ളിയും പച്ചമുളകൊക്കെ നന്നായി കഴുകി കൂണൊക്കെ കുറച്ച് നേരം വെള്ളത്തൊക്കെ ഇട്ടു. അത് ഞാൻ ഈ വിരൽ വെച്ച് ഈ അമർത്തണം ഈ സൈഡിൽ നിന്ന് മുതൽ ഇതൊന്ന് കട്ട് ചെയ്ത് കളയണം കേട്ടോ. ഇല്ലെങ്കിൽ അവിടുത്തെ ഭയങ്കര ഒരു റഫായിട്ടുണ്ടാവുക, നമുക്കത് കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല, ഒരു മരം കണക്ക് ഉണ്ടാവും കേട്ടോ. നമ്മളൊക്കെ നാട്ടിൽ നമ്മുടെ വീടുകളിൽ ഇഷ്ടംപോലെ കൂണ് പറിച്ച് വയ്ക്കുമ്പോഴാണ് ശരിക്കും ഇതേ രീതിക്ക് വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് അത്രയ്ക്ക് അങ്ങ് ടേസ്റ്റ് പറയാനില്ല. കണ്ട് ഈ കത്തി വെച്ച് ഈ അവിടെ നിന്ന് അങ്ങോട്ട് മുറിച്ച് കളയട്ടെ. ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ കഷ്ടപ്പെട്ട് മുറിക്കുകയൊക്കെ ചെയ്യുന്നത്, പക്ഷേ കയ്യിൽ ഫോണും വെച്ചിട്ട് എനിക്ക് മുറിക്കാൻ കഴിയില്ല. എന്നാലും ഞാൻ ഈ ഒരു ലെവലിൽ നന്നായിട്ട് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കുന്നുണ്ട് കേട്ടോ. അവിടെയാണ് അങ്ങനെ റഫായി ഉണ്ടാവുക. അപ്പോൾ നമ്മൾ അധികം കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുള്ള ഉള്ളി അതിലേക്ക് ഇടണം കേട്ടോ. അതിലേക്ക് ഇട്ടത് ശേഷം ഒന്ന് നന്നായിട്ട് പച്ചമുളകും, ഈ സമയത്ത് വേണമെങ്കിൽ പച്ചമുളക്, കരിവേപ്പില ഇതൊക്കെ നമുക്ക് ഇടാം കേട്ടോ. ഇട്ടതിന് ശേഷം ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഭയങ്കരമായിട്ട് ഫുൾ വഴറ്റണമെന്നില്ല, എന്നാലും ഒരു ഇതിൽ വഴറ്റണം. ഞാനിതിൽ ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി ഇതൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അച്ഛൻ നാട്ടിൻപുറത്ത് കൂണുണ്ടാകുന്ന സമയത്ത് അവിടെ നിന്ന്, അതായത് അന്ന് തക്കാളി അങ്ങനത്തെ സാധനങ്ങളൊന്നും നമ്മുടെ വീട്ടിൽ നിന്ന് എടുക്കില്ല, പകരം ഇഞ്ചി, വെളുത്തുള്ളി അങ്ങനത്തെ ഒന്നും ഇടാതെ ജസ്റ്റ് ഇതേപോലെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കും. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ തക്കാളിയൊക്കെ ഇടുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റേ വേറെ മാറിപ്പോകും കേട്ടോ. അപ്പോൾ നമ്മുടെ കൂണ് നന്നായിട്ട് നമ്മൾ വൃത്തിയായി കഴുകി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ വെച്ചിട്ടുണ്ട്. അതാണ് മുറിച്ച് കളഞ്ഞിരിക്കുന്നത്. ഇത്രയാണ് നമ്മൾ വേസ്റ്റ് ആക്കിയിട്ടുള്ളൂ, കാരണം ഇത്രയും ഭാഗം ആ ഒരു റഫായ ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇത് മതി കേട്ടോ. ഉള്ളി വഴണ്ടി വന്നത് ഈ ഒരു എന്താ വെച്ചാൽ നമുക്കറിയാമല്ലോ, ഒരു കളറൊക്കെ ഇങ്ങനെ മാറും, ഉള്ളിക്ക് ഒരു കളറൊക്കെ ഇങ്ങനെ മാറുമ്പോൾ തന്നെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ ചെറുതായിട്ട് ഇങ്ങനെ ഞാൻ കൂണ് മുറിക്കാൻ പോയതുകൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ അടി പിടിക്കാനുള്ളൊരു ടെൻഡൻസി ഇതിൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മളിതിലേക്ക് ആവശ്യത്തിന് ഈ സമയത്ത് വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം, പിന്നെ ഉപ്പ് ചേർക്കാം കേട്ടോ. പിന്നെ നമ്മൾ തീയൊന്ന് കുറച്ച് വെച്ച് ഞാനിതിൽ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതായത് എൻ്റെ കയ്യിലുള്ള സ്പൂൺ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ടീസ്പൂൺ, കുറച്ച് എരിവൊക്കെ വേണം കേട്ടോ കൂണ് കറിക്ക്. അതേപോലെ മല്ലി എന്ന് പറഞ്ഞാൽ കുറച്ച് അധികമാണ് കേട്ടോ വേണ്ടത്, 2 3 ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിനനുസരിച്ച് തിക്നെസ്സും ഉണ്ടാവും. അന്ന് നല്ല മല്ലി നമ്മൾ വീട്ടിലിങ്ങനെ അമ്മിയിലൊക്കെ ഇങ്ങനെ അരച്ചെടുക്കണം, നല്ല പച്ച മല്ലിയാണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ അങ്ങനത്തെ അതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ പക്ഷേ നമുക്കിപ്പോൾ അതൊന്നും ചെയ്യാൻ സമയമില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഈ ഇതെടുക്കാം കേട്ടോ. എന്നിട്ട് ഒന്ന് തീ കുറച്ചിട്ട് ഇതുപോലെ എല്ലാം ഒന്ന് സെറ്റ് ആവണം, ഒരു പച്ചമണം പോകണ വരെ അങ്ങനെ ചെയ്യാം. അതിന് ശേഷം നമ്മൾ 1 ഗ്ലാസ് വെള്ളമല്ലേ എടുത്തു വെച്ചത്, അതിലൊരു കുറച്ച് ഒരു അരിയില്ല 1/4 ഭാഗം വെള്ളം മാത്രം ഒഴിച്ചിട്ട് ആ മസാല മാത്രം ഒന്ന് മൂടി വെച്ചിട്ട് നമ്മൾ വേവിക്കുക കേട്ടോ. അതായത് ആ മസാലയൊക്കെ ഒന്ന് ഉള്ളിയിലൊക്കെ ഒന്ന് പിടിക്കണ പോലെ കേട്ടോ. വേണമെങ്കിൽ ഈ സമയത്ത് നമുക്ക് കൂണ് ഇടുകയൊക്കെ ചെയ്യാം, പക്ഷെ ഞാൻ അങ്ങനെ ഇടാറില്ല. ഞാൻ ഈ മസാല മാത്രം ഒന്ന് വേവാൻ വേണ്ടിയിട്ട് മൂടി വയ്ക്കും കേട്ടോ. അപ്പോൾ നമുക്കത് കുത്തപ്പമാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അതിന് ശേഷം നോക്കുന്നത്, തുറന്ന് നോക്കുമ്പോൾ ഒരു 2 മിനിറ്റൊക്കെ തുറന്ന് നോക്കുമ്പോൾ അതിൽ വെള്ളമൊക്കെ മാറ്റി ഇതേപോലെ സെറ്റായിട്ടുണ്ടാവും കേട്ടോ. ഈ ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ ഈ മസാലയൊക്കെ ഏകദേശം ഉള്ളിലൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. ഞാൻ ഇതേ രീതിയിലാണ് കേട്ടോ ചിക്കൻ കറി ഏകദേശം റെഡിയാക്കി എടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മുടെ കൂണ് വാരി നന്നായിട്ട് ഇടുക. കൂണിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് വെള്ളം ഒഴിക്കരുത് കേട്ടോ. ഇത് ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ നേരത്തെ വെച്ചതുപോലെ തന്നെ 1 മിനിറ്റ് ഈ മസാലയിലേക്ക് ഒന്ന് ഇത് പിടിക്കാൻ വേണ്ടിയിട്ട്, കൂണൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെക്കണം കേട്ടോ. അതിന് ശേഷം നമ്മുടെ ആ 1 ഗ്ലാസ് വെള്ളം ഇപ്പോൾ അതുണ്ട് അതുപോലെ ഇളക്കിയിട്ട് നമ്മളിതുപോലെ അങ്ങനെ ഇളക്കി നമ്മൾ എല്ലാവരുടെയും ഒന്ന് സെറ്റാക്കി മൂടി വെച്ചിട്ട് ഇതിങ്ങനെ ആക്കി വെച്ചുകൊണ്ടൊന്ന് മൂടി വയ്ക്കാം. ഞാൻ കരിവേപ്പില ലാസ്റ്റാണ് കേട്ടോ ഇട്ടത്, പക്ഷേ ഇടുകയൊക്കെ ചെയ്യാം കേട്ടോ. നമുക്കിതിൻ്റെ കൂടെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങനെ എടുക്കുന്നതാണ്. പക്ഷെ നമ്മുടെ ഇതിപ്പോൾ ഉണ്ടാക്കുന്ന കൂനല്ലേ, ആദ്യമൊക്കെ നമ്മൾ പറമ്പിൽ നിന്നൊക്കെ പറിക്കണ, അതായത് ഇടി വെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാലൊക്കെ പറിക്കണ കൂണല്ലേ.
അപ്പോൾ അതാണ്ട് തുറന്ന് നോക്കുമ്പോൾ അത് ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാവുക. ഇതിന് ശേഷം നമ്മൾ ആ വെള്ളം, ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചതിന് ശേഷം അതിനെ നന്നായിട്ട് ആ വെള്ളത്തെ, ഞാൻ ഒരു ഗ്ലാസ് വെള്ളം എന്താ ഒഴിക്കുന്നത്, വെള്ളം ഒഴിക്കുമ്പോൾ ഏകദേശം കണ്ടത് ഇങ്ങനെ മൂടി നിൽക്കണം. അതായത് എല്ലാ കൂണും അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ സെറ്റായിട്ടുണ്ടാവും കേട്ടോ, ഇങ്ങനെ ഫുള്ളായിട്ട്. അപ്പോൾ എന്നിട്ട് ഇതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, അതിനെ നന്നായിട്ട് മൂടി വെച്ച് നമ്മളതിനെ ആ വെള്ളം മൊത്തം വറ്റിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ വെള്ളം മൊത്തം വറ്റുമ്പോൾ ഇതിൻ്റെ വേവ് പാകമായി എന്നാണ് കേട്ടോ. കാരണം നമ്മൾ ചില ആളുകൾ ഈ കൂണ് മേടിച്ച് അവരൊക്കെ പറഞ്ഞത് ഇത് അത്ര വേവൊന്നുമില്ല എന്നാണ്. പക്ഷെ നമ്മൾ നാട്ടുമ്പുറത്തു നിന്നൊക്കെ പറിക്കുന്ന കൂണിന് നല്ല വേവ് ഉണ്ടാവും എന്നാണ് എന്നെയൊക്കെ ചെറിയ കാലത്ത് പഠിപ്പിച്ചിരിക്കുന്നത് കേട്ടോ. എനിക്ക് അതിൻ്റെ കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ ഞാൻ പിന്നെ അതിനെ ഇതാക്കി, ഇതപ്പോൾ ഏകദേശം വെള്ളമൊക്കെ നമ്മുടെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ചുകൂടെ വറ്റാണ്ട് ഞാനിവിടെ ഈ ഒരു ടൈപ്പിലാണ് ഞാൻ എപ്പോഴും ഉണ്ടാക്കാറ് കേട്ടോ. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ കരിവേപ്പില ഇടാം. ഞാൻ കുരുമുളകും ആഡ് ചെയ്യാത്തതാണ് കേട്ടോ. പിന്നെ എരിവില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുരുമുളകൊക്കെ ആഡ് ചെയ്യാം. കുരുമുളക് ആഡ് ചെയ്താലും ടേസ്റ്റിന് വലിയ വ്യത്യാസം വരുന്നില്ല എന്ന് തന്നെയാണ്. അപ്പോൾ നമ്മുടെ അവിടെ കൂണ് കറി റെഡി ആയിട്ടുണ്ട്. ഞാനപ്പോൾ റെഡി ആയപ്പോഴാണ് ഞാൻ കറിവേപ്പില ഇതുപോലെ ഭംഗിക്ക് വേണ്ടി വെച്ചത്. അപ്പോൾ നമ്മൾ കുത്തപ്പവും ഇതും കൂടി ഉണ്ടാക്കി, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇന്ന് ഇത്രയും വീഡിയോ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യാത്ത ആളുകളൊക്കെ സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഞാൻ വീഡിയോകളായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എന്നത്തേക്ക് എല്ലാവരോടും ടാറ്റാ, ബൈ ബൈ, സി യു. പിന്നെ നിങ്ങൾക്ക് പുതിയ വീഡിയോസുകൾ എന്തെങ്കിലും ആവശ്യമുണ്ട്, എന്തെങ്കിലും കുക്കിംഗ് വീഡിയോസ് എന്തെങ്കിലും ആവശ്യമുണ്ട്, പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് ഇതുപോലെ ചെയ്ത് നന്നായി എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ.